ഓണം എന്ന് പറഞ്ഞാൽ ടി വി ആണ്. ടി വിയിലൂടെയാണ് ഓണം എന്താന്ന് എല്ലാരും അറിയുന്നത്. പിന്നെ ചിലപ്പോ വീട്ടിൽ സദ്യ കഴിക്കുക, അല്ലെങ്കിൽ ഈ അത്യാവശ്യം തിരുവാതിരക്കളിയൊക്കെ ടി വിയിൽ കാണാമല്ലോ. ഇവിടെ ഞങ്ങളുടെയൊക്കെ കാലത്ത് അമ്മയൊക്കെ ഈ കുഴിപ്പന്തും തലപ്പന്തും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇന്ദ്രനും രാജുവിനും പോലും അറിയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം കുഴിപ്പന്ത് എന്ന് പറഞ്ഞാൽ എന്ത് രസം അറിയാം. കുറെ എത്ര പേര് കളിക്കാനുണ്ടോ അത്രയും കുഴി ഉണ്ടാക്കും. എന്നിട്ട് ഒരാൾ ഇവിടുന്ന് ബോൾ ഇങ്ങനെ ഉരുട്ടി ഒരു പന്ത് ഉരുട്ടി വിടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കുഴിയുണ്ട്. ഇപ്പൊ അമ്മ മല്ലിക എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഇന്ന കുഴിയിൽ വീണാൽ അമ്മ എടുത്ത് എറിയണ ആ എറിഞ്ഞു കൊള്ളുന്ന ആളാണ് അവർ ഔട്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടുന്ന് ഉരുട്ടി തുടങ്ങുമ്പോഴേ എല്ലാ കുഴിയുടെ ഉടമസ്ഥരും ഓടി തുടങ്ങും. ഇത് അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ എന്റെ കുഴിക്കാത്ത പന്ത് അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ഓടിപ്പോ ആരും അറിയാനും ഒക്കത്തില്ല. ഇങ്ങനെ നല്ല രസമാണ്. അങ്ങനെ ഒരുപാട് കളികളുണ്ട്. ശ്രീലത ആന്റിയുടെ ചെറുപ്പകാലത്ത്, അതായത് ഓണം ആഘോഷിച്ചിരുന്ന സമയത്ത് കളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കുമല്ലോ. ഒരേ കളിയാ, ഹരിപ്പാടാ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആന്റിയുടെ ഉണ്ടാവും. ഓണക്കളിയല്ല, എനിക്ക് എന്താ പറയുക, ഞാൻ കുറച്ച് സ്പോർട്സിലൊക്കെ ഒരു കുറച്ച് സ്പിരിറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ ഊഞ്ഞാലിങ്ങനെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടേക്കും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വലിയ മാവിൻ്റെ ഇതിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചില്ലാട്ടം പറക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇല കടിച്ചു കൊണ്ടുവരിക. അതായിരുന്നു ജോലി. അതൊക്കെയായിരുന്നു ഒരു ത്രില്ല് നമുക്ക്. ഇതില് ആടുന്ന ആളായിട്ടാണോ തരുന്ന ആളായിട്ടാണോ? നേരത്തെ പറഞ്ഞ സ്പോർട്സിലൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് ഊഞ്ഞാലാടാൻ പേടിയായിരുന്നു. പതുക്കെ ഒക്കെ അന്ന് ആടിയിട്ട് ഇറങ്ങിക്കളയും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ എല്ലാവരും അമ്മാമ്മമാരുടെ മക്കൾ നമ്മളെല്ലാവരും കൂടെ ചെല്ലുമ്പോൾ നമ്മളെ അരിപ്പാട്ട് ഒരു വരാന്തയുണ്ട് ഈ അറയുടെ മുമ്പിൽ. അവിടെ ഞങ്ങളിങ്ങനെ ഒരു തുണി കെട്ടും, കർട്ടൻ, എന്നിട്ട് അതിനകത്ത് കലാപരിപാടി. എന്റെ ആൾ അമേരിക്കയിലെ മാമനാണ് അനൗൺസ്മെന്റ്. അടുത്തതായി അച്ഛന്റെ പുത്രൻ ശബ്ദം. ഈ നാട് ഒരു പ്രത്യേക മിമിക്രിക്കാരൊക്കെ കാണിക്കുന്ന അതേ ശബ്ദത്തിൽ അനുകരിച്ച് അടുത്തതായി പുത്രവാത്സല്യം അഭിനയിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പേര് പറയും, വല്യമ്മമാരുടെയൊക്കെ പേര് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഡാൻസ്, കർട്ടൻ ഇങ്ങനെ ഒരാൾ വലിക്കുന്നു. ഞങ്ങളിങ്ങനെ നാടകം ഉണ്ടെന്നുള്ളത് ചുമ്മാ അടുത്തുള്ളവരെ അറിയിക്കാൻ ഞങ്ങൾ ഈ പാട്ട് ഇട്ടിട്ട് അറിയിക്കും. ഇന്ന് രാത്രിയിൽ പുത്രവാത്സല്യം ഒന്നാം ഓണം പ്രമാണിച്ച്. അത് ശരി. ഞാനൊരു മിണ്ടാപ്രാണിയായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. എന്നിട്ട് വള്ളു കേൾക്കുന്ന എല്ലാം നാടകത്തിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? അതാ അത് സന്തോഷത്തോടുകൂടി ചിരിക്കുന്നു. നല്ല സന്തോഷം. എല്ലാരും കൂടെ അന്നേരം നമ്മളെ കൂട്ടത്തിൽ ചേരും പെണ്ണുങ്ങളെ റൂമിൽ ചേർന്ന് കഴിഞ്ഞു. ഈ ഒച്ച അങ്ങ് പൊങ്ങുമ്പോഴത്തേക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മിമിക്രി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചിരിക്കും. അവിടെ നിന്ന് ദേവരാജ സാവ് ഇങ്ങോട്ട് വന്നു, ആരാണ് ഇവിടെ ഒച്ച വെച്ചത്? അന്നേരം ഇത് ഇങ്ങനെ ഇരിക്കുന്നു. പൊതുവെ ഇതിന്റെ എല്ലാ ആള് വിജയകുമാരിയാ എന്നും പറഞ്ഞ് പള്ളു മുഴുക്കേ. കാണിച്ചാ പൊട്ടിച്ചിരിക്കും. ഞാൻ നേരത്തെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഓണം ഇത്തവണ ആയിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ കോൺവെർസേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ അമ്മമാരുടെ മനസ്സിലും ഈ ഓണം എന്തുകൊണ്ടും വളരെ അടുത്ത ഒരു ഓണമായിരിക്കും അല്ലേ? ഒരിക്കലും ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടുമെന്ന് സ്വപ്നത്തിൽ ഇന്ന് രാവിലെ വന്നപ്പോഴേ പറഞ്ഞു ചേച്ചി എല്ലാരും ഇങ്ങനെ ഒരുമിച്ച്. ചിലപ്പോ ഒറ്റയ്ക്ക് കാണും, ഇല്ലാന്നല്ല. ഞങ്ങൾ മിക്കവാറും വിളിച്ച് സംസാരിക്കുകയും ചെയ്യും, വിജയ് ഞാനും സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഈ ഒന്നിച്ചുള്ള അതാണ് ബുദ്ധിമുട്ട്. അതാണ് എല്ലാവർക്കും സന്തോഷം ഏറ്റവും കൂടുതലുള്ള ആ ഒരു അവസ്ഥയില് സന്തോഷം പുറത്തു വരുന്ന പാട്ടിലൂടെയാണല്ലേ? പാട്ട് എന്ന് പറയുമ്പോ അതാ നോക്കൂ, എല്ലാരും ശ്രീലതാന്റിനെയാണ് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ പാട്ട് ആദ്യം ശ്രീലതാന്റി തന്നെ പാടി തുടങ്ങണം. അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൂടെ പാടും. അപ്പൊ കോറസ് പോലെ കൂടും ചെയ്യാം. അല്ല, ഏതായാലും ഓണത്തിനെ പറ്റിയല്ലേ, അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടാം. എല്ലാരും കൂടെ തന്നെയാ പാടേണ്ടത്. അസല് പാട്ടുകാരിയാണ്. തിരുവാതിരക്കളിയും തുടങ്ങിയിട്ടുണ്ട്. ആമോദത്തോടെ വസിക്കും കാലം ആവത്തങ്ങാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല.